എന്താണെന്ന് മനസ്സിലായോ? ഇനി വായിച്ചു നോക്ക്. അവനാര് എന്തിനിവിടെ വന്നു എന്നാലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ മനസ്സിലായി, അവൻ കെട്ടുകഥകളെ യാഥാർത്ഥ്യമാക്കുവാൻ വന്നതാണെന്ന്. അവൻ അത്രയ്ക്ക് വലിയവനായി അവനോടൊന്ന് മുട്ടാൻ പോലും ആരും തയ്യാറായില്ലല്ലോ. റോങ് അങ്ങനെയൊന്നും എഴുതരുത്. അവൻ ഡയറക്റ്റ് ആയി ഫീൽഡിൽ വന്നവനാ, ഒറ്റയ്ക്ക്. അവൻ അത്രയ്ക്ക് വലിയ ഗാങ്സ്റ്ററാണോ? ഗ്യാങ്ങുമായി വരുന്നവനാണ് ഗാങ്സ്റ്റർ. അവൻ ഒറ്റയ്ക്കാണ് വന്നത്. മോൺസ്റ്റർ. ഞാൻ മറ്റൊരു സംഭവം പറയാം, കേൾക്ക്. എന്താണ് അവിടെ നടന്നത്? ആരാണ് ആ വ്യക്തി? അയാൾ ഹീറോ ആയിരുന്നോ അതോ വില്ലനായിരുന്നോ? KGF നിന്ന് ലഭിക്കുന്ന സ്വർണത്തിന് നല്ല വില കിട്ടുമായിരുന്നു. അങ്ങനെ സൂര്യവർദ്ധൻ ആർക്കും തൊടാൻ പോലുമാകാത്തത്ര ഉയരത്തിൽ എത്തിച്ചേർന്നു. തന്റെ സാമ്രാജ്യത്തെ സംരക്ഷിക്കുവാനായി സൂര്യവർദ്ധൻ 3 സുരക്ഷിത വലയങ്ങൾ തീർത്തു. ഒരു വലിയ ചുറ്റുമതിൽ, അതിന് വലിയൊരു വാതിൽ. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. ನನ್ನ ಹತ್ರನೂ ಪಡೆಗಳಿವೆ. ಉಸ್ಕೆ ಮಾರೆಂಗೆ. He is the biggest criminal. He is the biggest businessman. This is the biggest national issue. അവരോടെല്ലാം പറ, ഞാൻ വരുന്നത് എന്റെ KGF വീണ്ടെടുക്കാൻ. നറാച്ചിയിൽ 2 പേർ മാത്രം കരുത്തരായി നിലകൊണ്ടു. ഈ യുദ്ധത്തിനിടയിലേക്ക് മറ്റൊരാൾ കൂടി കടന്നു വന്നു. ആനയ്ക്ക് വാരിക്കുഴി ഒരുക്കാൻ പറ്റിയ ഒരുത്തനെ ഞങ്ങൾ ബോംബെ. അവൻ കരുതിക്കൂട്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന മകനാ. അവൻ നിൽക്കില്ല, കീഴടങ്ങുകയുമില്ല. ശത്രുക്കളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് അവൻ ആളിക്കത്തിക്കൊണ്ടിരിക്കും. Taken control of the most precious piece of land on earth. അത് നേടാൻ ആൾക്കാർ ചാവാനും തയ്യാറായിരുന്നു, കൊല്ലാനും തയ്യാറായിരുന്നു. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കാനും തയ്യാറായിരുന്നു. പക്ഷെ ആരും മനസ്സിലാക്കിയില്ല മറ്റൊരാളുടെ കാൽപാദം അതിൽ പതിഞ്ഞു കഴിഞ്ഞെന്ന്. ഇനിമേൽ ആ ടെറിട്ടറി നിന്റെ, ഈ ടെറിട്ടറി എന്റെ എന്നൊന്നും പറയണ്ട. വിട്ടുപിടി. The world is my territory. അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ? തോറ്റുപോയി. ആദ്യത്തെ അധ്യായം. കഥ. He is the biggest criminal. He is the biggest businessman. And this is the biggest national issue. ഇവൻ വീണ്ടും എത്തി. ബാംഗ്ലൂരിൽ നീ എനിക്കൊരു ചെറിയ കാര്യം ചെയ്തു തരണം. ഇനിയാണ് ആരംഭിക്കുന്നത്. എല്ലാവരും കറങ്ങുന്ന പമ്പരത്തിന്മേലായിരുന്നു കണ്ടു. അതിനെ കറക്കുന്ന കയറാരും ശ്രദ്ധിച്ചില്ല. There was a mastermind behind. उसके बारे में ना ही किसी को कुछ लिखना ना पढ़ना चाहिए. उसका नाम और निशान इतिहास के किसी पन्नों में नहीं होना चाहिए. I am enforcing the army and signing the death warrant of the biggest criminal in India.